അഹമ്മദാബാദിൽ വിമാനാപകടം നടന്ന സ്ഥലവും പരിക്കേറ്റവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി സന്ദർശിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തിയ പ്രധാനമന്ത്രി പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്ന നിർദ്ദേശവും നൽകി. അപകടത്തിൽ മരണപ്പെട്ട മലയാളി രഞ്ജിതയുടെ ബന്ധുക്കൾ ഇന്ന് രാത്രിയോടെ അഹമ്മദാബാദിലെത്തും. ജിഷ്ണു, ഇപ്പോൾ അവിടെ പരിക്കേറ്റവരെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആശുപത്രിയിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ? ഞാനിപ്പോഴുള്ളത് അഹമ്മദാബാദിലെ സിവിൽ ഹോസ്പിറ്റലിലാണ്. ഇവിടെയാണ് ഈ വിമാനാപകടത്തിൽ പരിക്കേറ്റ ആളുകളെ എത്തിച്ചിട്ടുള്ളത്. ഒപ്പം ഈ അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹവും ഇതേ ആശുപത്രിയിൽ തന്നെയാണുള്ളത്. ഞാനിപ്പോഴുള്ളത് ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവർ കഴിയുന്ന ബ്ലോക്കിന് മുൻപിലാണ്. ഇവിടേക്കാണ് അല്പസമയങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിട്ടുള്ളത്. ഈ ബ്ലോക്കിനകത്ത് ചികിത്സയിലുള്ള ഈ അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവിടെ ഡോക്ടർമാരുമായി കൂടിയാലോചനകൾ നടത്തിക്കൊണ്ട് ഈ പരിക്കേറ്റവരുടെ ചികിത്സ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ പ്രധാനമന്ത്രി നടത്തി. വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഈ പ്രധാനമന്ത്രി ഇവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കും ആശുപത്രി അധികൃതർക്കും നൽകിയിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണം, യാതൊരു തരത്തിലും അതിൽ വിട്ടുവീഴ്ചയുണ്ടാകരുത് എന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിട്ടുള്ളത്. ഈ ആശുപത്രിയിൽ നിലവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം 60-ലധികം ആളുകളാണ് ഈ വിമാനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. അതിൽ 20ഓളം പേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന് ആശുപത്രി അധികൃതർ രാവിലെ തന്നെ അറിയിച്ചിരുന്നു. അതിനുശേഷം ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ചൊരു വിശദീകരണമോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചൊരു ഔദ്യോഗിക വാർത്താക്കുറിപ്പോ ഒന്നും തന്നെ സിവിൽ ഹോസ്പിറ്റൽ ഉദ്യോഗസ്ഥർ നൽകിയിട്ടില്ല. ഏതായാലും വിമാനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവർ ഇവിടെയാണ്, ഈ ബ്ലോക്കിലാണ് ഉള്ളത്. ഇവിടേക്കാണ് അല്പസമയങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിട്ടുള്ളത്. കൂടാതെ ഇതേ ആശുപത്രിയിലെ ട്രോമാ കെയറിനടുത്തുള്ള മോർച്ചറിയിലാണ് അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നത്. ശരീരഭാഗങ്ങൾ വളരെ കൃത്യമായി പരിശോധനകൾ നടത്തിക്കൊണ്ട് ബന്ധുക്കൾ എത്തുന്ന മുറയ്ക്ക് DNA പരിശോധന ഉൾപ്പെടെ നടത്തിക്കൊണ്ട് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിനുമുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേക കൗണ്ടർ സിവിൽ ആശുപത്രിയുടെ മോർച്ചറിക്ക് സമീപമായി ഇതിനോടകം സജ്ജീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വിവിധ തരത്തിലുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ നടുക്കിയിട്ടുള്ള ദുരന്തത്തിൽ ഇന്ന് രാവിലെയോടെ ആശുപത്രി അധികൃതരിൽ നിന്ന് അനൗദ്യോഗികമായി ലഭിച്ച വിവരപ്രകാരം 290ഓളം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന നടപടിയും അത് വിട്ടു നൽകുന്ന പോസ്റ്റ്മോർട്ടവും അതിനുശേഷം വിട്ടു നൽകുന്ന നടപടികളും പൂർത്തിയാകുന്ന മുറയ്ക്കായിരിക്കും ഔദ്യോഗിക മരണസംഖ്യ അല്ലെങ്കിൽ ഔദ്യോഗികമായത് സംബന്ധിച്ചൊരു പ്രതികരണം ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവുക. ഏതായാലും നിലവിൽ 290ഓളം പേർ ഈ അപകടത്തിൽ മരിച്ചു എന്ന റിപ്പോർട്ടുകളാണ്, എന്ന അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് മുൻപിലുള്ളത്. ഞാനും ക്യാമറമാൻ ഉണ്ണി കെ വാര്യറുമുള്ളത് അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിക്ക്, സിവിൽ ഹോസ്പിറ്റലിന് മുൻപിലാണ്. അപകടം നടന്ന ഈ BJ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ ഉൾപ്പെടുന്ന കോമ്പൗണ്ടിൽ നിന്ന് ഏകദേശം 500 മുതൽ 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രി കോംപ്ലക്സ്, അത്രയധികം അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രി കൂടിയാണിത്. അതുകൊണ്ട് പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഇവിടെ തന്നെ ഉറപ്പാക്കാൻ സാധിക്കും എന്ന് അധികൃതർ വിലയിരുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അക്കാര്യം പ്രത്യേകം വിലയിരുത്തിയിട്ടുണ്ട്. കാരണം ഈ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുന്നതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകിയത് ഈ അപകടത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണം എന്ന കാര്യമാണ്. അതിന് വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ആശുപത്രി അധികൃതർക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ അപകടം നടന്ന സ്ഥലത്ത് ദേശീയ ദുരന്ത നിവാരണ സേന അവസാനഘട്ട പരിശോധനകൾ നടത്തി വരികയാണ്. അവിടെ ഇന്ന് പുലർച്ചയോടുകൂടി പ്രാഥമിക രക്ഷാദൗത്യം പൂർത്തിയാക്കി ശരീരഭാഗങ്ങളെല്ലാം പുറത്തെടുത്തിട്ടുണ്ട് എന്ന് രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്നവർ അറിയിച്ചിരുന്നെങ്കിലും ഒരു അവസാനഘട്ട തിരച്ചിൽ, ഒരു അവസാനഘട്ട പരിശോധന നടത്താൻ ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലൊരു അവസാനഘട്ട പരിശോധനയും വിമാനത്തിൻ്റെയും ഒപ്പം ആ കെട്ടിടത്തിൻ്റെയും അവശിഷ്ടങ്ങൾ നീക്കുന്ന പ്രവർത്തനങ്ങളും ആ ദുരന്തം നടന്ന സ്ഥലത്ത് പുരോഗമിക്കുകയാണ്. ഇനി 2 കാര്യങ്ങൾക്കാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലും ഒപ്പം അധികൃതരുടെ ഭാഗത്തുനിന്നും ശ്രദ്ധ നൽകുന്നത്. ഒന്ന്, ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർക്ക് മികച്ച സൗകര്യങ്ങൾ അല്ലെങ്കിൽ മികച്ച ചികിത്സ ഉറപ്പാക്കുക, ഒപ്പം മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട്
നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കി അവരുടെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുക. അതാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ അപകടം എങ്ങനെ സംഭവിച്ചു, എന്ത് പിഴവാണ് ഉണ്ടായിട്ടുള്ളത്, എന്ത് യന്ത്ര തകരാറാണ് ഉണ്ടായിട്ടുള്ളത്, എന്താണ് ആ അപകടത്തിന് കാരണം, ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതിനുള്ള അന്വേഷണം കാര്യക്ഷമമായി നടത്തുക. ഇതിനോടകം തന്നെ വ്യോമയാന മന്ത്രാലയത്തിൻ്റെ കീഴിൽ വിദഗ്ധ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ആ സംഘം പരിശോധന നടത്തുന്നുണ്ട്. കൂടാതെ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പ്രത്യേക അന്വേഷണം നടത്തുന്നുണ്ട്. ഈ രണ്ട് ഘട്ടത്തിലും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. കൂടാതെ ബോയിങ് പ്രത്യേകമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. വിദേശ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് വിദേശ രാജ്യങ്ങളുടെ സംയുക്തമായിട്ടുള്ള അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നാണ് അറിയിച്ചത്. അല്ലെങ്കിൽ ഈ നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ എല്ലാ രീതിയിലുള്ള സഹകരണം അറിയിച്ചിട്ടുണ്ട്. കാരണം രാജ്യത്തെ എന്ന് മാത്രമല്ല ലോകത്തെ തന്നെ നടുക്കിയ ദുരന്തമാണ് ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ വിമാന ദുരന്തം എന്നുകൂടി നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. 290ഓളം മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഞാൻ ഇപ്പോഴുള്ളത് സിവിൽ ആശുപത്രിക്ക് മുൻപിലാണ്. ഇവിടെയാണ് അല്പസമയങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി ഈ അപകടത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ചിട്ടുള്ളത്. അനു, തീർച്ചയായും ജിഷ്ണു, 11A എന്ന സീറ്റ് നമ്പർ ഒരുപക്ഷെ വിശ്വാസ് കുമാർ രമേശ് ജീവിച്ചിരിക്കുന്നിടത്തോളം മറക്കാനിടയില്ല. അതൊരു പക്ഷേ രാജ്യവും മറക്കാനിടയില്ല. കാരണം അത്ഭുതമായി രക്ഷപ്പെട്ട ഈ വിമാന ദുരന്തത്തിൽ രക്ഷപ്പെട്ട ഒരേ ഒരാൾ ഇരുന്നിരുന്ന സീറ്റ് നമ്പർ കൂടിയാണ്. വിശ്വാസ് കുമാർ രമേശ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ചികിത്സയിലുള്ള ആശുപത്രിക്ക് മുമ്പിൽ നിന്നാണ് ജിഷ്ണു നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നത്. ഈ ഇവിടം സന്ദർശിച്ചതിന് ശേഷം അഹമ്മദാബാദ് വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി അവിടെ ഒരു അടിയന്തര യോഗം കൂടി ചേരുകയുണ്ടായല്ലോ. അനു, തീർച്ചയായും വിശ്വാസ് കുമാർ ഈ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. അദ്ദേഹവുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അല്ലെങ്കിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തെയും സന്ദർശിച്ചിരുന്നു, സ്ഥിതിഗതികൾ ചോദിച്ചറിഞ്ഞിരുന്നു. ഒരു അത്ഭുതം പോലെ തന്നെയാണ് അനു സൂചിപ്പിച്ചതുപോലെ ആ സീറ്റ് നമ്പറും വിശ്വാസ് കുമാറിൻ്റെ രക്ഷപ്പെടലും ഈ ഒരു വലിയ രീതിയിൽ അത്ഭുതത്തോടു കൂടി എന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഓർമ്മിക്കുന്ന ഒരു സംഭവമായി നിലകൊള്ളും. ഈ ഒരു അപകടം നടന്നപ്പോൾ ആദ്യം എല്ലാവരും പറഞ്ഞിട്ടുള്ളതും അപ്പം ഔദ്യോഗിക സ്ഥിരീകരണം വന്നതും വിമാനത്തിലെ മുഴുവൻ ആളുകളും മരിച്ചു എന്നുള്ളതാണ്. കാരണം അത്രയധികം ആഘാതമായിരുന്നു അപകടം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇന്ധനം ഏകദേശം ലണ്ടൻ വരെ എത്താനുള്ള വിമാനമാണ്. ആ വിമാനത്തിൽ ഏകദേശം 1.5 ലക്ഷത്തിലധികം ലിറ്റർ വിമാന ഇന്ധനമുണ്ട്. അതുകൊണ്ട് അത് പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാം. ആ വിമാനത്തിലുള്ളവർ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് വിധിയെഴുതുകയും ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ഔദ്യോഗികമായി ആദ്യം രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്നവർ പ്രതികരിക്കുകയും ചെയ്തെങ്കിൽ ഈ എമർജൻസി എക്സിറ്റ് ഡോറിന് സമീപം ഇരുന്നിരുന്ന വിശ്വാസ് കുമാറാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുള്ളത്.